സൈബർ തട്ടിപ്പിൽ പിടിയിലായ ബംഗാളിലെ യുവമോർച്ച നേതാവ് സമ്പാദിച്ചത് കോടികളാണ്. 8 മാസം കൊണ്ട് ലിങ്കൺ ബിശ്വാസ് പുതിയ വീടും ആഡംബരക്കാറും സ്വന്തമാക്കി. ചൈനീസ് ആപ്പ് ഉപയോഗിച്ചാണ് സൈബർ തട്ടിപ്പ് നടത്തിയതെന്നും കംബോഡിയയിൽ നിന്നാണ് നിയന്ത്രിച്ചതെന്നും ബിശ്വാസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബിനിലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബിനിൽ, കേൾക്കുമ്പോൾ തന്നെ അവിശ്വസനീയമാണ്. 8 മാസം കൊണ്ട് വലിയ സമ്പാദ്യം, കോടികൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഈ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ബിനിൽ, ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളം കേൾക്കുമ്പോൾ വലിയ കൗതുകവും ഒപ്പം ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന തോന്നലും ഉണ്ടാക്കുന്ന എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? രതീഷെ, ഞെട്ടിപ്പിക്കുന്ന വളർച്ചയാണ് ബംഗാളിലെ യുവമോർച്ച നേതാവിന് ഉണ്ടായിരുന്നത്. ഈ കൃഷ്ണഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം, അതായത് ബംഗ്ലാദേശ് ബോർഡറിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ പ്രാദേശികമായ യുവമോർച്ച നേതാവാണ് ഈ ലിങ്കൺ ബിശ്വാസ് എന്നത്. അവിടെ പശ്ചിമബംഗാൾ പോലീസ് പോലും ഇയാളുടെ ഞെട്ടിക്കുന്ന വളർച്ചയിൽ ഒരു അന്വേഷണമൊക്കെ നടത്തി വരികയായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു 8 മാസം കൊണ്ട് ഇയാൾ വലിയ ആഡംബര വീട് വയ്ക്കുന്നു, ഒരു ആഡംബര കാറ് വാങ്ങുന്നു, അങ്ങനെ പണമെടുത്ത് പൊടിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. ആ നാട്ടിലെ പൂജകൾക്കൊക്കെ പണം ചെലവാക്കുന്നു, പാർട്ടി പരിപാടികൾക്ക് പണം ചെലവാക്കുന്നു, അങ്ങനെ വലിയ രീതിയിൽ പണം ഇയാളുടെ കയ്യിൽ വരുന്നു പോകുന്നു. അതാണ് ബംഗാൾ പോലീസിനും ഒരു സംശയമുണ്ടാക്കിയത്. ആ സംശയത്തിനിടയിലാണ് കൊച്ചിയിൽ നിന്ന് സൈബർ പോലീസ് സംഘം എത്തി ഈ ബിശ്വാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ വീട്ടിൽ ഇവിടെ നിന്നുള്ള പോലീസ് എത്തുമ്പോൾ അതൊരു 2 നില വീട് ഏതാണ്ട് പണിത് പൂർത്തിയാകാറായി. അതോടൊപ്പം തന്നെ 21 ലക്ഷം രൂപ മുടക്കി ഇയാൾ ഒരു ടൊയോട്ട ഫോർച്യൂണർ വാഹനം സ്വന്തമാക്കുകയും ചെയ്തു. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയതാണ്. അതോടൊപ്പം തന്നെ ഇയാളുടെ കയ്യിൽ ഏതാണ്ട് 75 ലക്ഷത്തോളം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റും മറ്റുമൊക്കെയായി പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞു. ഒരു 50 ലക്ഷം രൂപ പോലീസ് ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇയാൾക്ക് ഒരുപാട് പാർട്ടിയുമായി ബന്ധപ്പെട്ട പണമിടപാടുകളൊക്കെ നടത്തിയെന്നൊക്കെ ഇയാൾ പോലീസിനോട് മൊഴി നൽകുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാകത്തിൽ ഇയാൾ തയ്യാറെടുത്ത് വരികയായിരുന്നു. അതിനിടയിലാണ് കേരള പോലീസ് ഇയാളുടെ തട്ടിപ്പ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്തത്. ഇതെങ്ങനെയാണ് കേരള പോലീസിലേക്ക് എത്തിയത്? കേരള പോലീസിന്റെ റോൾ എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ വന്നത്? കേരള പോലീസ് എങ്ങനെയാണ് അവിടെ? ബംഗാളിലും അന്വേഷണം നടക്കുകയായിരുന്നു, ചില പരിശോധനകളൊക്കെ പ്രാഥമികമായി നടക്കുന്നുണ്ടോ? എങ്ങനെ ഇയാൾക്ക് പണമുണ്ടായി എന്നതിനെ കുറിച്ച് ബംഗാളിലെ പോലീസും അന്വേഷിക്കുന്നുണ്ടോ എന്ന് ബിനിൽ പറഞ്ഞല്ലോ. കേരള പോലീസിന്റെ റോൾ എങ്ങനെയാണ് അതിലേക്ക് കൃത്യമായി വന്നത്? കൊച്ചിയിലൊരു റിട്ടയർഡ് പ്രൊഫസറിൽ നിന്ന് 4.5 കോടി രൂപയാണ് ഇവർ സൈബർ തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട കൊണ്ടോട്ടിയിലെ 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പോലീസ് പരിശോധിച്ചു. അപ്പോഴാണ് ഈ ലിങ്കൺ ബിശ്വാസിന്റെ ഒരു ലിങ്ക് പോലീസിന് കിട്ടുന്നത്. ഇയാളുടെ ഒരു അക്കൗണ്ട് ഈ പണമിടപാടുകൾക്ക് ഉപയോഗിച്ചതായി മനസ്സിലാക്കുന്നു. പിന്നീട് ഇയാളുടെ മൊബൈൽ നമ്പർ പോലീസിന് ലഭിക്കുന്നു. ആ മൊബൈൽ നമ്പറിലായിരുന്നു പിന്നീടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു 2 മാസത്തിലേറെയായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലിങ്കൺ ബിശ്വാസിലെ അറസ്റ്റ് നടക്കുമ്പോൾ ഇയാളുടെ വീടിന് പുറത്തു വെച്ചാണ് പിടികൂടുന്നത്. പിന്നീട് വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇയാളുടെ 3 മൊബൈൽ ഫോൺ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് പോലീസിനോട് ഇപ്പോൾ ഇയാൾ പ്രാഥമികമായും പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അവസാന കണ്ണി എന്ന് പറയുന്നത് ഒരു ചൈനക്കാരനാണ് എന്നാണ്. ഒരു ചൈനീസ് ആപ്പാണ് ഇയാൾ ഈ തട്ടിപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാ ഓപ്പറേഷനും നടക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പോലെ കംബോഡിയയിൽ നിന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് യുവാക്കൾ കംബോഡിയയിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടു പോയി ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകാരുടെ ചതിക്കുഴിയിലൊക്കെ വീണ് തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ കംബോഡിയയിലാണ് ഇതിന്റെ ഓപ്പറേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. കംബോഡിയാണ്. വലിയൊരു തട്ടിപ്പ് പൊളിച്ചിരിക്കുന്നത് കേരള പോലീസാണ്. കേരള പോലീസിന് നമ്മൾ അക്കാര്യത്തിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ബംഗാളിൽ ഇത്രയും കാലം തട്ടിപ്പ് നടത്തുകയായിരുന്നു. കേരളത്തിൽ കയറി കളിച്ചപ്പോഴാണ് പിടി വീണത്. നോക്കണം, ചൈനീസ് ആപ്പ് ഉപയോഗിച്ചാണ് ഈ നാട്ടുകാരുടെ പണം തട്ടിച്ചുകൊണ്ടിരുന്നത്. യുവമോർച്ച നേതാവ് പിടിച്ചില്ലെങ്കിൽ അടുത്ത MLA ആണ്. എന്റെ ഭാരതമാതാവേ എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും?